ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ സിപിഎം നേതാവ് ഇ.പി. ജയരാജനെതിരെ പോലീസ് നൽകിയ ക്ലീൻ ചീറ്റ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എടുത്ത് കാട്ടിലെറിഞ്ഞിരിക്കുകയാണ്. കേസ് കൃത്യമായി അന്വേഷിക്കണമെന്നും സമഗ്രമായ റിപ്പോർട്ട് വേണമെന്നും കോടതി ആവശ്യപ്പെട്ടതോടെ ഒരു കാര്യം ഉറപ്പിക്കാം: ഇ.പി. ജയരാജൻ കുടുങ്ങും. കേസിൽ തുടരന്വേഷണത്തിനു കൂടി കോടതി ഉത്തരവിട്ടതോടെ മിഷൻ ഇ.പി. തുടങ്ങുകയാണ് കേരള പോലീസ്. വിമാനത്തിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ വലിയ തുറ പോലീസിന് നിർദ്ദേശം നൽകിയതോടെ ജയരാജൻ വലിയ നിയമക്കുരുക്കിലേക്കാണ് നീങ്ങുന്നത്. കേസിന് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ ഇ.പി. അടക്കം വിളിച്ചുവരുത്തി കേരള പോലീസ് മൊഴിയെടുക്കും. യൂത്ത് കോൺഗ്രസുകാർ ഇ.പി. ജയരാജനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പിണറായി പോലീസ് മുക്കിയ ഈ പരാതി പൊടി തട്ടിയെടുക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ പോലീസ്. 2022 ജൂൺ 13 കേരളത്തെ പിടിച്ചുലച്ച ഈ സംഭവം നടന്നത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ചെയ്ത ഇൻഡിഗോ 6C7407 വിമാനത്തിലായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത്. സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം UDF പ്രതിഷേധം ശക്തമാക്കിയ സമയമായിരുന്നു അത്. വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ഫർസീൻ മജീദും RK നവീൻകുമാറും മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളികളോടെ എഴുന്നേറ്റു. കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു അന്ന് ഇവർ പ്രതിഷേധിച്ചത്. കറുത്ത നിറം കണ്ടാൽ ഹാലിളകുന്ന സമീപനമാണ് അന്ന് പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. ഇത് മുൻകൂട്ടി കണ്ടാണ് അവർ കറുത്ത വസ്ത്രം അണിഞ്ഞ് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സീറ്റിനടുത്തേക്ക് നീങ്ങിയതോടെ വിമാനത്തിലുണ്ടായിരുന്ന മുൻ മന്ത്രിയും അന്ന് LDF കൺവീനറുമായിരുന്ന ഇ.പി. ജയരാജൻ ഇവരെ തടയുകയും ബലമായി തള്ളി മാറ്റുകയും ചെയ്യുകയായിരുന്നു. ഈ ദൃശ്യങ്ങൾ വിമാനത്തിനുള്ളിലെ മറ്റൊരു യാത്രക്കാരൻ മൊബൈലിൽ പകർത്തിയതോടെ സംഭവം അതിവേഗം മാധ്യമങ്ങളിൽ വാർത്തയായി പ്രചരിച്ചു. പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് CPM ആരോപിച്ചപ്പോൾ സമാധാനപരമായി പ്രതിഷേധിച്ച പ്രവർത്തകരെ ഇ.പി. ജയരാജനും മുഖ്യമന്ത്രിയുടെ ഗൺമാനും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്ന് കോൺഗ്രസ് പ്രത്യാരോപണം ഉന്നയിച്ചു. നിയമ നടപടികളും യാത്രാവിലക്കും സംഭവത്തെ തുടർന്ന് വലിയ നിയമ നടപടികളാണ് ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടായത്. ഇതിനു പിന്നാലെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വലിയ തുറ പോലീസ് വധശ്രമം, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാരോപിച്ച് മുൻ MLA ശബരിനാഥനെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് കൗണ്ടറായി മറ്റൊരു കേസ് ഫയൽ ചെയ്തു. ഈ കേസിൽ ഇ.പി. തങ്ങളെ മർദ്ദിച്ചുവെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അന്ന് നാട് ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസ് CPM നേതാവായ ഇ.പി.ക്ക് നേരെ ചെറുവിരൽ അനക്കിയില്ല. ഇ.പി. നല്ല കുട്ടിയായി വിമാനത്തിലിരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ എഴുതിയത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി വലിച്ചെറിഞ്ഞത്. നേരത്തെ പല കേസുകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവച്ചിരുന്നു. ഇതിലെ പല കേസും ഇപ്പോൾ എഴുതിത്തള്ളുകയാണ് UDF സർക്കാർ. ഈ കേസിൽ സിവിൽ ഏവിയേഷൻ നിയമം നിലനിൽക്കില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. വ്യോമയാന വകുപ്പ് ഉൾപ്പെടുത്തിയതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്രത്തിന്റെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യമായിരുന്നു. 2024 ഏപ്രിൽ ഇതിനായുള്ള അപേക്ഷ കേന്ദ്രത്തിന് അയച്ചെങ്കിലും അനുമതി നൽകാൻ കേന്ദ്രം തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്നാണ് കഴിഞ്ഞ മാസം ഈ വകുപ്പ് ഒഴിവാക്കി പോലീസ് റിപ്പോർട്ട് നൽകിയത്. ഈ വകുപ്പ് ഒഴിവാക്കിയതോടെ ഇത് വെറും പ്രതിഷേധം മാത്രമായി അവസാനിപ്പിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അന്ന് കുറ്റപത്രത്തോട് മുഖം തിരിക്കുന്ന സമീപനമായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. 2024 ഏപ്രിലിൽ കുറ്റപത്രം കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയച്ചിരുന്നു. എന്നാൽ കേന്ദ്രാനുമതി നൽകിയിരുന്നില്ല. സിവിൽ ഏവിയേഷൻ നിയമം ചുമത്തിയത് കൊണ്ടായിരുന്നു കുറ്റപത്രത്തിന് കേന്ദ്രത്തിന്റെ അനുമതി ആവശ്യമായി വന്നത്. ഗുരുതര വകുപ്പ് ഒഴിവാക്കിയുള്ള അന്തിമ റിപ്പോർട്ട് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കഴിഞ്ഞ മാസം സമർപ്പിച്ചിരുന്നു. ഇതോടെ കേസിൽ പ്രതികളായി പോലീസ് രേഖപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസുകാർ മാന്യമായി കോടതിക്കുള്ളിൽ നിന്ന് പുറത്തുവരും. അതേസമയം പുണ്യാളനാണെന്ന് പറയുന്ന ഇ.പി.യെ കാത്തിരിക്കുന്നത് കൈവിലങ്ങും വിചാരണയുമാണ്. അത് കാത്തിരുന്ന് കാണാം.